ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പുനലൂർ ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലാണ്. പുനലൂർ ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലെ ആനയായിട്ടുള്ള ഭരണിക്കാവ് ഉമാദേവിയാണുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഗജനിരയിലെ പ്രമുഖയായിട്ടുള്ള പിടിയാനയാണ് ഉമാദേവി. ഇന്നൊരു അവധി ദിവസമായിരുന്നു. അവധി ദിവസവും അതിപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ആനയ്ക്കൊരു വ്യായാമം എന്നതുപോലെ തന്നെ റോഡിലിറക്കിയ വാഴപ്പിണ്ടി 1-2 പീസുകളായിട്ട് പാപ്പാൻ ആനയെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് വരികയാണ്. കാരണം വണ്ടി ഗ്രൗണ്ടിലെത്തുമെങ്കിൽ പോലും കാരണം ആനയ്ക്കൊരു വ്യായാമം എന്ന പോലെ ഇത് പലവട്ടമായിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ടു. ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആനയ്ക്ക് ഏകദേശം ഒരു 50 വയസ്സിനടുത്ത് പ്രായമുണ്ടെന്നാണ്. അതുപോലെ തന്നെ കോന്നിക്കൂട്ടിൽ നിന്ന് ലേലം പിടിച്ച ആനയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഒരു നടക്കിരുത്തുമ്പോൾ ഇത് കോന്നിക്കൂട്ടിൽ നിന്ന് മേടിച്ച് നടക്കിരുത്തിയതാണെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഈ ആനയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഓർമ്മയുണ്ട്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം ഇതിനെ ആണെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലുമൊക്കെയാണ് ആനയെ തീറ്റയെടുക്കാനും ഓല വെട്ടാനും ഒക്കെ ആയിട്ട് കൊണ്ടു നിർത്തുന്നത് ഓർമ്മയുണ്ട്. പക്ഷേ പിന്നീട് ഭയങ്കര റോഡിൽ കൂടെ ആനകളെ നിർത്തിക്കൊണ്ടുവന്ന ചട്ടങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയത്. പിന്നെ ഇപ്പോൾ അങ്ങനെ വരാറില്ല. പണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ നമ്മുടെ പ്രദേശത്ത് അവിടെ നിർത്തുകയും അവിടെ അടുത്തുള്ള പറമ്പിൽ നിന്ന് എല്ലായിടത്തു നിന്നും ഓല ശേഖരിച്ച് ആന അതൊരു കെട്ടായിട്ട് കൊണ്ടുപോകുന്നത് എല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് പേരെടുത്ത കൊമ്പന്മാർ വരുന്ന ഉത്സവമാണ് ഭരണിക്കാവ് മീനഭരണി ഉത്സവം. ഇനി എത്ര പേരെടുത്ത കൊമ്പന്മാർ വന്നാൽ പോലും ക്ഷേത്രത്തിലെ ആനയെന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആനയെന്നത് നിലയിൽ ഭരണിക്കാവ് ഉമാദേവിക്കാണ് ഇവിടെ തിടമ്പിന് അവകാശം. അതുപോലെ തന്നെയാണ് അടുത്തുള്ള ഒരു വലിയ ക്ഷേത്രമായിട്ടുള്ള കരവാളൂർ ക്ഷേത്രത്തിലെ മീന തിരുവാതിര ആഘോഷത്തിലും എത്ര വലിയ പേരെടുത്ത കൊമ്പന്മാർ വന്നാൽ പോലും തിടമ്പിന് അവകാശിയായിട്ടുള്ളത് നമ്മുടെ ഭരണിക്കാവ് ഉമാദേവിയാണ്. കാരണം രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ ചെറിയൊരു കുളിയിലേക്ക് കടന്നിട്ടുണ്ട്. ചെറുതായിട്ടുള്ള ഭക്ഷണവും കഴിച്ച് ചെറിയൊരു കുളിയൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ്.